ദ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് പ്രയർ. ഒന്ന്, പഴയ നിയമ ദേവാലയത്തിനകത്ത് വിശുദ്ധ സ്ഥലം, പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം എന്നിങ്ങനെ 3 സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. 3 ആരാധനകൾ നടക്കും. ഇതുപോലെ തന്നെ പ്രാർത്ഥനാ മണ്ഡലത്തിലും വ്യത്യസ്ത മണ്ഡലങ്ങളുണ്ട്. പഴയ ദേവാലയത്തെ 3 മണ്ഡലങ്ങളായി തിരിച്ചെങ്കിൽ പ്രാർത്ഥനയുടെ മണ്ഡലത്തെ ഇന്ന് കഴിവുള്ള ആത്മീയർ, ദൈവത്തിങ്കിൽ നിന്ന് ധാരാളം പ്രാപിച്ചുള്ളവർ പറയുന്നത് ഏറ്റവും കുറഞ്ഞത് 5 എങ്കിലും തിരിച്ചേ മതിയാകുള്ളൂ. ഈ 5ലൂടെയും പോകുവാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നുണ്ട്. 1 മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ, ക്ഷമിക്കണം 65 കിടക്കുന്നത് തെറ്റിപ്പോയി, 5-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാലെ പോലെ ആകരുതെന്ന് പറഞ്ഞു. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, ഇറ്റ്സ് എ കമാൻഡ്, ഇതൊരു കൽപ്പനയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കും എങ്കിൽ ഇങ്ങനെയാകട്ടെന്നല്ല, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. പ്രാർത്ഥന ഒരു കൽപ്പനയാണ്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ന് യേശു പറഞ്ഞു. പ്രാർത്ഥിക്കാം എങ്കിൽ, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ എന്നല്ല, പ്രാർത്ഥിക്കുമ്പോൾ. ആ പറയുന്നതിൻ്റെ അർത്ഥം ഇതൊരു കൽപ്പനയാണ്. പ്രാർത്ഥന ജീവിതത്തിൽ ക്രിസ്ത്യാനിക്ക് നിർബന്ധമാണ്. ഗലാത്യലേഖനം 6-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. ഇത് മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്ന രംഗമാണ്. അന്യോന്യം പ്രാർത്ഥിക്കുക, ഒരുവന് വേണ്ടി വേറൊരുവൻ പ്രാർത്ഥിക്കുക. ഇത് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണമാണ്. പഴയ നിയമത്തിൽ മോശ മുഖേന തന്ന ദൈവത്തിൻ്റെ ന്യായപ്രമാണം പോലെ തന്നെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണമാണ് നാം ഇൻറ്റർസെസറി പ്രയർ. ഒരുവന് വേണ്ടി വേറൊരുവൻ പ്രാർത്ഥിക്കുന്നതിൽ താല്പര്യം കാണിക്കണം. ഇതൊരു കൽപ്പനയാണ്. ശമൂവേലിൻ്റെ 1-ാമത്തെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ ശമൂവേൽ പ്രവാചകൻ പറയുന്ന ഒരു പദമാണ്, ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഇരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യാൻ ഇടവരരുതേ. ഞാൻ പ്രാർത്ഥിക്കാതെ പോയാൽ, സഭയ്ക്ക് വേണ്ടി തൻ്റെ കീഴിൽ ദൈവം കൊടുത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ പോയാൽ അത് ദൈവത്തോടുള്ള പാപമാണ്. കാരണം അത് കൽപ്പനാ ലംഘനമാണ്. ഞാൻ യഹോവയോട് പാപം ചെയ്യാൻ ഇടവരരുത്. മാത്രമല്ല താൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നല്ലതും ചൊവ്വായുള്ളതുമായ വഴിയും ഉപദേശിക്കും. എം.എ. വർഗീസ് ചിലപ്പോഴിവിടെ സഭാസാധ്യക്ഷൻ എന്ന സാഹചര്യത്തിൽ ചിലതൊക്കെ പറയുമ്പോൾ എന്നോട് വേണമായിരുന്നോ, എന്നോട് പരുഷമായിട്ടല്ലേ, അങ്ങനെ ഞാൻ ആരോടും പരുഷമായി പറയാറില്ല. എങ്കിലും നല്ലതും തീയതും പറയാതെ ഒരു നിവൃത്തിയുമില്ല. ശമൂവേൽ പ്രവാചകൻ പറഞ്ഞാണ്, ഞാൻ പ്രാർത്ഥിക്കുക മാത്രമല്ല നല്ലതും തീയതും ഉപദേശിക്കുകയും ചെയ്യും, ഗുണദോഷിക്കുകയും കൂടെ ചെയ്യും. പ്രാർത്ഥന ഒരു കൽപ്പനയാണെന്ന് പറഞ്ഞു. 5 വ്യത്യസ്ത ലെവലുകളെ തൊടാൻ പോകുകയാണ്. 1-ാമത് നമ്മൾ തൊട്ടു, പ്രാർത്ഥന ഒരു ദൈവ കൽപ്പനയാണ്. 2-ാമത്തേത്, 1 പെറ്റീഷൻ ലെവൽ, അഥവാ ദൈവത്തോട് ചോദിച്ചു വാങ്ങുന്ന അനുഭവം. നമ്മൾ ഈ വരുന്ന ആഴ്ചയിൽ, വരുന്ന മാസത്തിൻ്റെ 2-ാമത്തെ ആഴ്ചയിൽ തുടക്കത്തിൽ വ്യക്തിപരമായ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ വയ്ക്കുകയും ചോദിച്ചു വാങ്ങുവാൻ അതാത് ആവശ്യങ്ങൾ ദൈവം മുമ്പിൽ അറിയിക്കുകയും ചെയ്യും. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കും. 2, മധ്യസ്ഥ പ്രാർത്ഥന, ഇൻറ്റർസെസറി പ്രയർ. ഒരുവന് വേണ്ടി മറ്റൊരുവൻ പ്രാർത്ഥിക്കുക എന്ന, ഒരുവന് വേണ്ടി അവരൻ പ്രാർത്ഥിക്കുക എന്ന ആശയം തിരുവചനത്തിൽ രൂഢമൂലവും ഗൗരവവുമാണ്. ആകയാൽ നമ്മൾ ഇൻറ്റർസെസറി പ്രയർ, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയമെടുക്കും. 3-ാമത്തേത് അല്പം കൂടെ ഗൗരവമാണ്. സാധാരണ സഭകൾക്കും അനേക കൂട്ടായ്മകളിലും ഇല്ലാത്ത ഒന്നാണ് ആത്മയുദ്ധ പ്രാർത്ഥന. ചിലതെല്ലാം പിശാചിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കേണ്ടതിന്, അപഹരിച്ചു വെച്ചിരിക്കുന്ന ശക്തികളിൽ നിന്നും തിരികെ പിടിക്കേണ്ടതിന് വേണ്ടി ആത്മയുദ്ധ പ്രാർത്ഥന, എനിക്ക് തോന്നുന്നത് നമ്മളത് ചെയ്തു വരാറുണ്ട്. ഞങ്ങളിവിടെ വന്ന കാലത്തിൻ്റെ ആരംഭം മുതൽ 1983 മുതൽ നമ്മൾ ചെയ്തു വരുന്നതാണ്. അതിൻ്റെ റിസൾട്ടും കൃപയാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആത്മയുദ്ധ പ്രാർത്ഥന. അതിനിപ്രാവശ്യം നമ്മൾ ഗൗരവം കൂടുതൽ കൊടുക്കുന്നതാണ്. 4, പ്രാവചനീയ പ്രാർത്ഥനകൾ. വലിയ ഗൗരവമായിട്ട് ഇതിന് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അതിനെ ഒരു വിഷയമായി അവതരിപ്പിക്കാതെ ഭാവിയെക്കുറിച്ച് പ്രവചിച്ചിടുവാൻ കഴിയുന്ന സന്ദർഭങ്ങളിൽ അത് പ്രവചിച്ചിടുവാൻ ദൈവം കൊടുത്ത കൃപയ്ക്കൊത്തവണ്ണം അതിനുവേണ്ടി നിയുക്തരായ ദൈവദാസന്മാർ ചെയ്യാറുണ്ട്,
പ്രാവചനീയ പ്രാവചനിക പ്രാർത്ഥനകൾ. ഒരു കാര്യത്തെക്കുറിച്ച് ഭാവിയിൽ ഇന്നത് സംഭവിക്കുമെന്ന് പ്രവചിച്ചത് പലതും നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കാതെ കിടപ്പുണ്ട്. ആ ഒരു ഏറിയായും കൂടെ ദൈവാത്മാവ് തൊട്ടു. അതാത് കാലഘട്ടങ്ങളിൽ ദൈവം ഉണർത്തുന്ന ആത്മീക വീരർ അത് പ്രാർത്ഥിച്ച് നിറവേറ്റിയേ മതിയാകൂ, നടപ്പിലാക്കിയേ മതിയാകൂ. നിങ്ങളുടെ ജീവിതത്തിൽ പെൻഡിങ്ങായി കിടക്കുന്ന വാഗ്ദത്തങ്ങൾ ഈ ദിവസങ്ങളിൽ വീണ്ടും പ്രായോഗികമായി വരേണ്ടതിന് പ്രാർത്ഥിച്ചതിനെ പ്രായോഗികമാക്കുവാൻ പ്രാവചനിക പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ നാം അർപ്പിക്കും. ഏറ്റവും അവസാനത്തേത് കണ്ടംപ്ലേറ്റീവ് അഥവാ ദൈവ സാന്നിധ്യത്തിൽ ലയിക്കുന്ന ഒരനുഭവം. അവിടെയാണ് പകർച്ചകൾ നടക്കുന്നത്. അവിടെയാണ് ആത്മസാന്നിധ്യത്തിൻ്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലത്തെ ആരാധനയിൽ ഇവിടെ പങ്കെടുത്തവർക്ക് മനസ്സിലായി കാണും. പാട്ടുപാടിക്കൊണ്ടിരിക്കുമ്പോൾ വ്യാപരിച്ച ദൈവസാന്നിധ്യത്തിൻ്റെ വലിപ്പം. എനിക്ക് തോന്നുന്നത് ഓൺലൈനിൽ അത് അധികം ട്രാൻസ്മിറ്റ് ചെയ്യുവാൻ കഴിയത്തില്ല, ഓൺലൈനിൽ അത് ആ അളവിൽ പോകത്തില്ല. എന്നാൽ ദൈവജനം ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ വ്യാപരിക്കുന്നതായ ആത്മസാന്നിധ്യത്തിൻ്റെ വലിപ്പം, അവിടെ ദൈവത്തെങ്കിൽ നിന്ന് എന്തെങ്കിലും ചോദിക്കുകയല്ല, പകരം ദൈവത്തെ തന്നെ ചോദിക്കുന്ന, ദൈവത്തോടുകൂടെ ഇരിക്കുന്ന ഒരു പ്രത്യേക അനുഭവമാണ് ആത്മസാന്നിധ്യത്തിൻ്റെ ഉള്ളത്. കണ്ടംപ്ലേറ്റീവ് എന്നതിനെ വിളിക്കാറുണ്ട് ഒരു പ്രാർത്ഥനാ ശൈലി. ഈ 5 കാര്യങ്ങളായിരിക്കും നമ്മൾ എടുക്കുന്നത്. സ്വന്തം ആവശ്യവും ജനത്തിൻ്റെ ആവശ്യവും ഓർത്ത് പ്രാർത്ഥിക്കുക എന്നതാണ് നമ്മുടെ പ്രധാന വിഷയം. ഇതെല്ലാം ഇതിനകത്തുണ്ട്. ഇതിനകത്ത് സ്പിരിച്വൽ വാർഫെയർ, ആത്മയുദ്ധത്തിൻ്റെ പോരാളികൾ അതിനുവേണ്ടി തങ്ങളെ തന്നെ ഒരുക്കുന്ന രംഗമുണ്ട്. ദൈവഹിതം ദൈവത്തെങ്കിൽ നിന്ന് തിരിച്ചറിഞ്ഞ് അത് ഭാവിയോട് പ്രസ്താവിക്കുന്നതാണ്. മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ഹിതം മനുഷ്യ ശബ്ദത്തിൽ വിളിച്ചു പറയുക, ചിലതെല്ലാം നടത്തിയെടുക്കുവാൻ ദൈവത്തിൻ്റെ പ്രതിനിധികളായി ദൈവം നമ്മെ നിയമിച്ചിരിക്കയാൽ പ്രോഫറ്റിക്കൽ പ്രയർ ഈ ദിവസങ്ങളിൽ സക്സസ്ഫുള്ളായി ചെയ്യുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. പ്രോഫറ്റിക്കൽ പ്രയറിനകത്ത് അസ്ഥിത്താഴ്വരകളോട് പ്രവചിക്കുന്ന ഒരു രംഗം കാണാം. എസെക്കിയേൽ പ്രവാചകൻ ഏതാണ്ട് 2000-ഓളം വർഷങ്ങൾക്ക് മുന്നമേ അന്ന് പ്രവചിച്ചിട്ട പ്രവചനമാണ് 1948 ഇസ്രായേൽ കടന്ന് നിവർത്തിച്ചെടുത്തത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണങ്ങിത്തെറിച്ച് കിടക്കുന്ന അനേക അസ്ഥിത്താഴ്വരകൾ ഈ ദിവസങ്ങളിൽ ചലനമാരംഭിക്കുവാൻ, ഈ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ കാഴ്ചവെക്കുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. ഏറ്റവും ഒടുവിലായി കംപ്ലീറ്ററി പ്രയറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ വലിപ്പത്തിലേക്ക് നാം മാറിയിരിക്കുക. ഒറ്റയ്ക്കിരുന്ന് ഈ അനുഭവത്തിൽ കയറുവാൻ കഴിയുന്നവരുണ്ട്, തുലവും വിരളമാണ്. മാത്രവുമല്ല, അതുപോലെ വ്യാപരിക്കുന്ന വലിയ ദൈവസാന്നിധ്യത്തിന് വേണ്ടി ഒറ്റയ്ക്കിരിക്കുവാൻ പലരെയും സഭകൾ പ്രൊമോട്ട് ചെയ്യാറില്ല. അതിൻ്റെ കാരണം ദൈവശക്തിക്ക് പകരം അശുദ്ധ ശക്തികളും പലപ്പോഴും കയറി വ്യാപരിക്കും. ഒറ്റയ്ക്ക് 20 ദിവസം ഉപവസിച്ച ശേഷം, 21 ദിവസം ഉപവസിച്ച ശേഷം, അല്ലെങ്കിൽ 40 ദിവസം ഉപവസിച്ച ശേഷം ദൈവവചനത്തിന് വിരുദ്ധമായി പലതും ചെയ്തോളാൻ ദൈവം എന്നോട് പറഞ്ഞുവെന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ച ശേഷം സ്ത്രീകൾ തലമൂടിയില്ലേ കുഴപ്പമില്ല, പുരുഷന്മാർ തല മൂടിയാലും കുഴപ്പമില്ല, ദൈവം എന്നോട് ഇപ്പം പറഞ്ഞതാണ്. അല്പസ്വല്പം മദ്യപിച്ചാലും കുടിച്ചാലും കുഴപ്പമില്ല, ആടയാഭരണങ്ങൾ അണിഞ്ഞ് വേഷഭൂഷാദികളോടുകൂടെ ജഡത്തിൻ്റെ ഉല്ലാസത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്നതിൽ തെറ്റില്ലെന്ന് ദൈവം എന്നോട് ഇടപെട്ടു എന്നിത്യാദികൾ പറയുന്ന അനേക ആലോചനക്കാരുണ്ട്. അത് ദൈവത്തിങ്കിൽ നിന്നല്ല, അശുദ്ധാത്മാവിനാലാണ്. കാരണം ഒറ്റയ്ക്ക് സമയം ചെലവഴിച്ചപ്പോൾ അരുതാത്ത ശക്തികൾ വന്നതാകയാൽ അമിതമായ ദൈവസാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ദൈവ പൈതൽ തിരഞ്ഞെടുക്കപ്പെട്ട ആത്മീയരോടുകൂടെ ഒരുമിച്ചിരിക്കുമെങ്കിൽ അവർ ദൈവസാന്നിധ്യത്തിൻ്റെ മറവിലാകും. ആ ശരീരത്തിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വരുന്നത് പോലെ, ഒരുമിച്ചായിരിക്കുന്നത് പോലെ അനുഭവമുണ്ട്. ഇത് സഭയായി മാത്രമേ ഒക്കത്തുള്ളൂ, വ്യക്തികളായി അത് എളുപ്പമല്ല എന്ന് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ. അങ്ങനെയുള്ളവരുടെ മേൽ ദൈവിക പകർച്ചകൾ നടക്കും. സ്വർഗത്തിലെ ദൈവം അങ്ങനെയുള്ളവരുടെ മേൽ ദൈവിക അഗ്നിയെ പകരുകയും ദൈവത്തിൻ്റെ ഗ്രേറ്റ് ഇമ്പാർട്ടേഷൻസ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ പ്രാർത്ഥിച്ചവൻ ശരീരത്തിൽ തീ കത്തിയവനെ പോലെ ആത്മാവിൽ കത്തി പുറത്തു വരുന്ന അനുഭവങ്ങൾ വരെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ആകയാൽ ആ ഒരാഴ്ച പ്രാർത്ഥനയ്ക്ക് വേണ്ടി എടുക്കുവാൻ ഈ 2 ആഴ്ച കൊണ്ട് അതിനു മുമ്പ് കവർ ചെയ്യേണ്ട ആ ചില്ലറ വിഷയങ്ങൾ കവർ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. ഞാൻ പറഞ്ഞു, പഴയ നിയമദേവാലയത്തിൻ്റെ അകത്ത് കയറി വരുന്നയാൾ 1-ാമത്തെ ലെവലും 2-ാമത്തെ ലെവലും കഴിഞ്ഞാണ് 3-ാമത്തെ ലെവലിലേക്ക് പോകുന്നത്. എല്ലാവർക്കും അവിടെ പോകാൻ ഒക്കത്തില്ല. 1-ാമത്തെ ലെവലിൽ പ്രാകാരത്തിൽ സകല ആളുകൾക്കും വരാം. അതുപോലും ജാതികളുടെ പ്രാകാരവും യഹൂദൻ്റെ പ്രാകാരവും 2 ആയിരുന്നു ശലോമോൻ്റെ കാലത്ത്. ഒരു ലെവലിനകത്ത്
അധികം എല്ലാവർക്കും വരുവാൻ സാധ്യമല്ല. ആ ലെവൽ കഴിഞ്ഞവർ രണ്ടാം ലെവലിലേക്ക് കയറുന്നു. അത് പുരോഹിതന്മാർ മാത്രമാണ്. ആ ലെവൽ കഴിഞ്ഞ ഒരൊറ്റ മഹാപുരോഹിതൻ മാത്രമേ ഉള്ളൂ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് എത്തുന്നത്. എന്നാൽ ദൈവകൃപയിൽ പുതിയ നിയമത്തിൻ്റെ കാലത്ത് ഈ തിരശ്ശീലകൾ കീറി മാറ്റി തന്നതിനാൽ നമുക്കെല്ലാവർക്കും പിതാവിലേക്ക് ദൈവം പ്രവേശനം തന്നു. സമയഭേദം കൂടാതെ അതിപരിശുദ്ധ സ്ഥലത്ത് കൃപാസനത്തിൻ്റെ അടുക്കൽ വന്ന് കൃപകൾ ചോദിച്ചു വാങ്ങുവാനുള്ള അനുവാദം കർത്താവ് നമുക്ക് തന്നതിനാൽ സീമകൾക്കപ്പുറത്ത് ദൈവസാന്നിധ്യത്തിൻ്റെ മറവിൽ ദൈവത്തോടു കൂടെയായിരിക്കാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. നമുക്ക് തുടങ്ങാം. ഒന്നാമത്തേത് പെറ്റീഷൻ ലെവൽ, അല്ലേ? നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ ആദ്യമേ വായിച്ച തിരുവചന ഭാഗത്ത് ഒരു മനുഷ്യൻ വന്ന്, ഒരു സ്ത്രീ വന്ന് അവൾക്ക് ന്യായം പാലിച്ചു കൊടുക്കണമെന്ന് അവിടെ പ്രതിയോഗിക്കെതിരെ രാജാവിനോട് കാര്യം ആവശ്യപ്പെട്ടെങ്കിലും ആ അനീതിയുള്ള രാജാവ്, അനീതിയുള്ള ഭരണാധികാരി അവിടെ ആവശ്യം കേൾക്കാതെ വന്നു. ഒന്നിനു പുറകെ ഒന്നായി പല ആവർത്തി അവൾ വന്ന് പറഞ്ഞപ്പോൾ ഒടുവിൽ അവൻ തന്നെ പറഞ്ഞു, ഈ സ്ത്രീയുടെ ആവശ്യം നിർവഹിച്ചേ മതിയാകൂ. പല നാളുകൾ ആവർത്തിച്ച് ചോദിച്ചിട്ടും ലഭിക്കാതിരിക്കുന്ന ചിലത് ഈ ദിവസങ്ങളിൽ വീണ്ടും മുട്ടി വാങ്ങുവാൻ, ചോദിച്ചേറ്റെടുക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. മുട്ടുവീൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. എനിക്ക് തോന്നുന്നത് 2 ദിവസങ്ങൾക്ക് മുൻപേ ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, മുട്ടുവീൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ ദൈവത്തിൻ്റെ മഹാകരുണയാൽ മഹാകരുണയാൽ ഇരിപ്പിലും ഉറക്കത്തിലും നടപ്പിലും കഴിക്കുമ്പോഴും എല്ലാം എൻ്റെ ഹൃദയത്തിനകത്ത് ഏതെങ്കിലും ഒരു തിരുവചന ഭാഗമോ ഒരു ആവശ്യമോ ധ്യാനിച്ചുകൊണ്ടിരിക്കുവാൻ കർത്താവ് എനിക്കൊരു കൃപ തന്നിട്ടുണ്ട്. ലൗകികമായ പലതിൽ നിന്നും മാറി ദൈവികമായി ഇത് ചിന്തിക്കുവാൻ പ്രത്യേകിച്ച് ദൈവം എന്നെ ഒരു സഭ ഏൽപ്പിച്ചതിനാൽ അതിൻ്റെ ചുമതലകളെ കുറിച്ചും കർത്താവ് എന്നെ ഒരു മിനിസ്ട്രി ഏൽപ്പിച്ചതിനാൽ പല രാജ്യങ്ങളിലുമുള്ള അതിനകത്തെ കീഴടങ്ങുന്നവരെ ഓർത്തും പ്രാർത്ഥിക്കുവാൻ കർത്താവ് കൃപ തന്ന കൂട്ടത്തിൽ 2 ദിവസത്തേക്ക് മുമ്പ് എന്നോട് ഇടപെട്ട ഒരു പ്രത്യേക വാക്യമാണ്, മുട്ട് തുറന്നിരിക്കും. മുട്ടിയിട്ടും തുറക്കാതിരുന്ന പലതും തുറന്നെടുക്കുവാൻ മുട്ടുവീൻ, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. ചോദിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. തുറക്കും, ലഭിക്കും. ഇത് ദൈവസന്നിധിയിൽ ഞാൻ ആവർത്തിച്ച് പറയട്ടെ. ഒടുവിൽ അനീതിയുള്ള ന്യായാധിപൻ പറഞ്ഞു, ഇനി ഞാൻ മിണ്ടാതിരിക്കയില്ല. അടുത്ത പദം ഗൗരവമാണ്. യേശു പറഞ്ഞത്, ദൈവമോ രാപ്പകൽ തന്നോട് അപേക്ഷിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും, കാര്യം ഒന്നിന് കൊടുക്കുമ്പോൾ വേറൊന്നിന് കേടുവരുമെന്നുള്ളതിനാൽ, ഒരിടത്തു നിന്ന് വേറൊരിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരുത്തന് ദുഃഖമാകുമെന്നുള്ളതിനാൽ പലതും ചെയ്യാതെ ഇരുന്നെങ്കിലും ചോദിക്കുന്ന എൻ്റെ ജനത്തിനു വേണ്ടി കൊടുക്കുവാൻ ഞാൻ എഴുന്നേൽക്കും. ദൈവം എഴുന്നേൽക്കും. ഫിലിപ്പ് ലേഖനം 4:6-7 വാക്യങ്ങളിൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും യാതനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിൽ അറിയിക്കുകയത്രേ വേണ്ടത്. ഞാൻ എൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല എന്ന് പറയുന്നവരെ കണ്ടിട്ടുണ്ട്. അയ്യോ, ഞാൻ കുളിക്കത്തില്ലെന്ന് പറയുന്നവരെ കണ്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാനത് അനുകരിക്കണമെന്നല്ലല്ലോ. ഞാൻ പല്ല് തേക്കത്തില്ലെന്ന് പറയുന്നവരെ കണ്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാനത് അംഗീകരിക്കണമെന്നല്ലല്ലോ. നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സ്തോത്രത്തോടുകൂടെ അറിയിപ്പാൻ തിരുവചനം നമ്മെ ഉപദേശിച്ചു. നാം അത് ചെയ്യേണ്ടവരാണ്. 1 പത്രോസ് 5:7 അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്ന് എടുത്തു പറയുന്നു. ഈ കേരളത്തിൽ നിന്ന് വന്നവരും എൻ്റെ ഒപ്പം പ്രായമുള്ളവരുമായ അതിനേക്കാൾ അടുത്ത തലമുറയ്ക്ക് അറിയാമോ എന്ന് അറിഞ്ഞുകൂടാ, ഒരു സാധനം ഉണ്ടായിരുന്നു. പണ്ടത്തെ രാജാക്കന്മാർ റോഡറമ്പിൽ വെച്ചിരുന്ന് ചുമട് താങ്ങി എന്ന് അതിനെ വിളിക്കുന്നത്. എളപ്പുങ്കൽ എന്ന് ചില സ്ഥലങ്ങൾ ഇപ്പോഴും അറിയപ്പെടുന്നുണ്ട്. എളപ്പുങ്കൽ എന്ന് പറയുന്ന ഇതുപോലൊരു ചുമട് താങ്ങിയിരിക്കുന്ന സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ രാവിലെ മാർക്കറ്റിൽ പോകുന്നവർ തലയിൽ കൊട്ട നിറച്ച് ലോഡുമായിട്ടാണ് പോകുന്നത്. ഇത് അവിടെ കൊണ്ട് ചന്തയിൽ വിറ്റ ശേഷം വേണം അന്നന്നത്തേക്ക് ആവശ്യമുള്ള ആഹാരം വാങ്ങാൻ. അങ്ങനെയൊക്കെ നമ്മുടെ പിതാക്കന്മാർ ചെയ്തതുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് നല്ല വെള്ളയൊക്കെ ഇട്ട് ഇവിടെ വന്ന് ഇരിക്കുന്നത്. അതാരും മറക്കണ്ട. ഞങ്ങളാരും ഈ ടൈപ്പ് അല്ലെന്ന് പറഞ്ഞാൽ അല്ല കുഞ്ഞെ, അല്ലാത്തതിനെ കണ്ടാൽ അറിയാം. അതൊക്കെ വഴിയറമ്പിലുണ്ട്. നമ്മുടെ പിതാക്കന്മാർ അധ്വാനിച്ചത് കൊണ്ടാണ് നമുക്ക് ഇത്രയൊക്കെ ഇന്ന് വിടിയിരിക്കാൻ കൃപ തന്നത്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ചുമട്
ചുമട് താങ്ങുവാൻ വേണ്ടി 2-3 കല്ലുകൾ കൊണ്ട് 2 സൈഡിൽ ഓരോ തൂണ് പോലെ വെച്ച് അതിൻ്റെ മേളിൽ ഒരാളിൻ്റെ ഉയരത്തിൽ, ഒരു സാധാരണ മനുഷ്യൻ്റെ ഉയരത്തിൽ കുറുകെ ഒരു കല്ലും വെച്ച് ഒരു സാധനം വെച്ചേക്കും. ഇതിനെ ചുമട് താങ്ങി എന്ന് വിളിക്കും. ഞാൻ ഈ ചുമടുമൊക്കെ എടുത്തുകൊണ്ട് പോയി വേർത്ത് കഴിയുമ്പോൾ ഒന്ന് വിശ്രമിക്കേണ്ടതിന് വേണ്ടി ഈ ചുമട് താത്തു വെച്ചാൽ തിരിച്ച് പിടിച്ചു തരാൻ ആരുമില്ല, എടുക്കാനൊക്കത്തില്ല. അതുകൊണ്ട് ഈ ചുമട് താങ്ങിയുടെ മേളിലോട്ട് വെക്കും. നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ച് കൊള്ളുക, ഒരല്പം ഒന്ന് വിശ്രമിക്കുവാൻ. എന്ത് പകൽക്കാലം ഭയങ്കര ഭാരപ്പെട്ട് ഇവിടെ ഇരിക്കുന്ന ദൈവ പൈതലേ, ഒരെളപ്പങ്കൽ വന്നിരിക്കുക. ഈ സ്ഥലത്തെയാണ് എളപ്പങ്കൽ എന്ന് പണ്ടുകാലം മുതൽ വിളിക്കുന്നത്. ഇപ്പോഴും കേരളത്തിൽ പല സ്ഥലങ്ങളിലും എളപ്പങ്കൽ എന്നാണ് അറിയപ്പെടുന്നത്. കാര്യം അവിടെ അടുത്തൊരു ചുമട് താങ്ങിയുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം ആവശ്യഭാരങ്ങളുമായി ഇവിടെ വന്നിരിക്കുന്ന ദൈവ പൈതലേ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ കർത്താവിൻ്റെ ദാസൻ എന്ന പദവിയിൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളൊരു എളപ്പങ്കല, ഒരു ചുമട് താങ്ങ് ഇവിടെ ഉണ്ട്, ഒരു ചുമട് താങ്ങ് ഇവിടെ ഉണ്ട്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ഒന്നാമത്തെ ലെവൽ ഓഫ് പ്രയർ ഇതാണ്, പെറ്റീഷൻ ലെവൽ. ഞാൻ കൂടെ എടുത്തു പറയാറുള്ളതാണ്. 2 കാശിന് 2 കുരികിൽ വിൽക്കുന്നില്ലയോ? മത്തായിയുടെ സുവിശേഷം 10:29-30. ഇത് മനസ്സിലാകണമെങ്കിൽ ലൂക്കോസ് 10:12-6 കൂടെ വായിക്കണം. മത്തായിയുടെ സുവിശേഷത്തിൽ 1 കാശിന് 2 കുരികിലിനെ വീതം വിൽക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 12:6 2 കാശിന് 5 കുരികിലിനെ വിൽക്കുന്നു. ഒത്തിരി പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്. സാധാരണഗതിയിൽ ഓരോ കാശ് വീതം കൊടുത്താൽ 4 കുരികിനെ കിട്ടത്തുള്ളൂ. 2 കാശ് ഒരുമിച്ച് കൊടുത്താൽ 5 കുരികിലെ ഹോൾസെയിലാ കിട്ടും. എന്ന് പറഞ്ഞാൽ 5ാമത്തെ കുരുവിക്ക് വിലയില്ല, അർത്ഥമില്ല. യേശു പറഞ്ഞ അതേലൊരെണ്ണം ഉണ്ടല്ലോ, വിലയില്ലാതെ ചുമ്മാ നിൻ്റെ കയ്യിൽ വരുന്ന കുരിയിൽ അതിൽ ഒരെണ്ണം വീഴണമെങ്കിൽ സ്വർഗത്തിൽ നിൻ്റെ പിതാവ് അറിയാതെ വരത്തില്ല. അതിലൊന്നിനെപ്പോലും ദൈവം മറന്നു പോകത്തില്ല. കർത്താവെ, കാശ് കൊടുക്കാതെ ചുമ്മാതെ കിട്ടുന്ന കമ്മീഷൻ കിട്ടുന്ന ഒരു കുരിയിലിനെ കുറിച്ച് വിചാരപ്പെടുന്നുവെന്ന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഏകജാതൻ പറഞ്ഞെങ്കിൽ ആ ഏകജാതൻ്റെ വാചകമാണ്, അല്പവിശ്വാസിയെ നിങ്ങളെക്കുറിച്ചോ ദൈവം നിങ്ങളെ മറന്നു പോകയില്ല. അതിനടുത്ത പദം ഞാൻ ഒരുപാട് ആവർത്തി പറഞ്ഞിട്ടുണ്ട്. ഈവൻ്റെ വെരി ഹെയർസ് ആർ നമ്പേർഡ്. നിങ്ങളുടെ തലയിലെ രോമങ്ങളും എണ്ണപ്പെട്ടിരിക്കുന്നുവെന്ന് മലയാളത്തിൽ പറയുന്നു. അത് തെറ്റല്ല, എങ്കിലും അതിനേക്കാൾ നല്ല ഒരു തർജ്ജമയ പദത്തിനുണ്ട്. ഈവൻ എവരിതിങ് ഈസ് നമ്പേർഡ്. ഓരോന്നിനും നമ്പറിട്ട് വെച്ചിരിക്കുക. പ്രാർത്ഥനയുടെ ആവശ്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് അയ്യോ പൈതലേ, ഈ ദിവസങ്ങളിൽ ക്ലീനായി എഴുതുക, ഓടിച്ചു വായിക്കത്തക്കവണ്ണം വ്യക്തമായി എഴുതുക, ഓരോന്നിനും നമ്പറിട്ട് മാറ്റുക, ദൈവസന്നിധിയിൽ വിഷയങ്ങൾ വയ്ക്കുക. സാധിച്ചത് ടിക്ക് മാർക്ക് ചെയ്യാൻ തുടങ്ങുക. ഈവൻ്റെ വെരി നീഡ്സ് ആർ നമ്പേർഡ്, ഈവൻ മൈ ഹെയർസ് ആർ നമ്പേർഡ്. എൻ്റെ മുടിയിൽ ഓരോന്നിനും നമ്പറിട്ടെങ്കിൽ എൻ്റെ ആവശ്യങ്ങൾക്ക് നമ്പറിടുവാൻ ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവത്തിന് കഴിയുകയില്ലയോ? എൻ്റെ ദൈവത്തിന് കഴിയും. സങ്കീർത്തനങ്ങൾ 55:22 നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. വ്യക്തിപരമായ പ്രാർത്ഥനയിൽ അവരവരുടെ ആവശ്യങ്ങൾ ദൈവസന്നിധാനത്തിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കർത്താവ് കൃപ തരട്ടെ. പക്ഷേ ഇത് പ്രാർത്ഥനയുടെ ബാലപാഠം. നമ്മൾ ഈ ഫസ്റ്റ് ലെവൽ പ്രയറിനെ കുറിച്ച് പറഞ്ഞു, നമുക്കത് ഗൗരവമാണ്. പക്ഷെ വേദപുസ്തകം പഠിക്കുന്നവരും മനസ്സിലാക്കുന്നവരും പ്രാർത്ഥനയുടെ അനുഭവമുള്ളവരും പറയുന്നത്, കൊച്ചു കുഞ്ഞുങ്ങൾ നഴ്സറി ക്ലാസ്സിൽ പഠിക്കുന്നവർ വായിക്കാനും പഠിക്കാനും പഠിക്കേണ്ടതിന്, പുസ്തകം തുറക്കാൻ പഠിക്കേണ്ടതിന് പടമുള്ള പുസ്തകങ്ങൾ അവർക്ക് കൊടുക്കുമല്ലോ, അതുപോലെയാണ് ഈ പ്രാർത്ഥനാ രീതി. ഇത് പ്രാർത്ഥനയുടെ ബാലപാഠമേ ആകുന്നുള്ളൂ. അവിടെ മുതൽ ഇത് കഴിഞ്ഞവർക്ക് മേളിലോട്ട് കിളരാനൊക്കത്തുള്ളൂ. അവനവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല എന്ന് പറയുന്നവർ, അങ്ങനെയാണെങ്കിൽ അവർക്ക് കൊണ്ട് ഒന്നിനും പ്രാർത്ഥിക്കാൻ കൊള്ളുകയില്ല. കാര്യം ഇവിടെ പ്രാർത്ഥിച്ച് ജയിച്ചവർ മാത്രമാണ് 2ാമത്തെ ലെവലിലേക്ക് പോകേണ്ടത്. സ്വന്തം ആവശ്യവും ജനത്തിൻ്റെ ആവശ്യവും ഓർത്ത് പ്രാർത്ഥിക്കുക. ദാനിയേൽ പ്രവചനം 6:19 കർത്താവെ കേൾക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ, കർത്താവെ ചെവിക്കൊണ്ട് പ്രവർത്തിക്കണമേ. എൻ്റെ ദൈവമേ, നിന്നെ തന്നെ ഓർത്ത് താമസിക്കരുതേ, നിൻ്റെ നാമം വിളിച്ചിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ നാമമാകയാൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം, എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കണം, എൻ്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കണം. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതൽ. ഞാനൊരു പ്രേയിങ് ഹാൻഡ്സ് കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടെന്ന് പറയുന്നത്, എനിക്കതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. ഈ സാധനത്തിന് 10 അടിയോളം ഉയരമുള്ളത്, അല്ലയോ? 10 അടിയാന്ന് തോന്നുന്നു ഉയരമുള്ള ഒരു സാധനമാണിത്. ഓറൽ റോബർട്ട്സാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്.
അതിനകത്തെ ഒരു കൈ മുന്നിലോട്ടും വേറൊരു കൈ പുറകിലോട്ടും ഒക്കെ ഇറക്കി വെച്ചിരിക്കുന്നത്. തള്ളവിരലുകൾ തമ്മിൽ നീള വ്യത്യാസമുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രാർത്ഥനയെക്കുറിച്ച് അറിയാവുന്നവരാണ്. ഒരുപാട് ആശയങ്ങൾ അദ്ദേഹം എടുത്തു കാണിക്കുന്നുണ്ട്. സ്വന്തം കാര്യത്തേക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക മുതലായി, ഇടപെടാതെ പ്രാർത്ഥിക്കുക മുതലായി ഒരുപാട് ആശയങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുവാൻ വേണ്ടി അദ്ദേഹം ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു വലിയ രൂപമാണിത്, പ്രേയിങ് ഹാൻഡ്. പക്ഷേ ദാനിയേലിൻ്റെ പ്രാർത്ഥന ഞാനിവിടെ എടുത്തു. ദാനിയേൽ 6:19. കർത്താവേ കേൾക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ, കർത്താവേ ചെവിക്കൊണ്ട് പ്രവർത്തിക്കണമേ. എൻ്റെ ദൈവമേ, നിന്നെ തന്നെ ഓർത്ത് താമസിക്കരുതേ. നിൻ്റെ നാമം വിളിച്ചിരിക്കുന്നുവല്ലോ, ഞങ്ങളുടെ മേൽ അങ്ങയുടെ നാമം വിളിച്ചിരിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാമോ ദൈവവേദലേ? ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ഹെബ്രിയേലും മീഖായേലും ഇറങ്ങി. ഒന്നിനു പുറകെ ഒന്നായി ശ്രേഷ്ഠദൂതന്മാർ ഇറങ്ങി വരുന്ന ശ്രേഷ്ഠത ഈ പ്രാർത്ഥനകളുടെ മുമ്പിലുണ്ട്, മറക്കരുത്. ഹെബ്രിയേൽ ദൂതുമായി ഇറങ്ങി തടഞ്ഞു നിർത്തുവാൻ ശത്രു എഴുന്നേറ്റു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ശത്രു എഴുന്നേൽക്കും. പുറകെ മീഖായേലിന് ദൈവം അയച്ചു. കാര്യം കൊടുക്കേണ്ട ദൂത് തക്ക സമയത്ത് കൊടുക്കണം. പ്രാർത്ഥിക്കേണ്ടതുപോലെ ഒരുവൻ പ്രാർത്ഥിക്കുകയാണ്. കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട്, പിതാക്കന്മാരുടെ അകൃത്യം ഏറ്റുപറഞ്ഞതുകൊണ്ട് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 70 വർഷം കൊണ്ട് വിടുതലുണ്ടാകുമെന്ന് ദാനിയേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന പ്രവചനത്തിന് ഒത്തവണ്ണമാകയാൽ യഹോവേ എഴുന്നേൽക്കണമേ, എഴുന്നേറ്റേ മതിയാകൂ. രണ്ടാമത്തെ ലെവലിനെ ഇൻട്രസസറി പ്രയർ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ആദ്യത്തെ ലെവൽ തൊട്ടു അവനവൻ്റെ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങുക. അതിനൊരു എക്സ്റ്റൻഷൻ ഞാൻ പറഞ്ഞു, അവനവൻ്റെ ആവശ്യവും ജനത്തിൻ്റെ ആവശ്യവും ഒരുമിച്ച് ചോദിക്കുക. അതായിരുന്നു ദാനിയേൽ ചെയ്തത്. ഇനി ഞാൻ രണ്ടാമത്തെ ലെവലിലേക്ക് വരികയാണ്, ഇൻട്രസസറി പ്രയർ അഥവാ മധ്യസ്ഥ പ്രാർത്ഥന. The word intercession itself comes from the Latin root meaning to interview or to mediate. മധ്യസ്ഥത അണയ്ക്കുക, ഒരുവന് വേണ്ടി വേറൊരുവൻ പ്രാർത്ഥിക്കുക എന്ന ആശയമാണ്. വളരെ തമാശയുള്ള പല കാര്യങ്ങളും ഉണ്ട്. ഞാൻ ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും ഒന്ന് ബൈബിളിൽ തപ്പിയാൽ ചോദിക്കാതെയും പറയാതെ ആരുടെയും ഇൻഫർമേഷൻ കൂടാതെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുകാരിടയ്ക്ക് കയറും. ഞാനത് ഡൗൺലോഡ് ചെയ്തിട്ടില്ല, ഞാനതിന് പേ ചെയ്യുന്നില്ല എന്നൊക്കെ ഇരുന്നാലും അവരിടയ്ക്ക് കയറി എനിക്ക് താല്പര്യമില്ലാത്ത ഒരുപാട് ഇൻഫർമേഷൻസ് ഇട്ടുതരും. അതെടുക്കാതിരിക്കാൻ ഞാൻ അങ്ങേയറ്റം ശ്രമിക്കും. ഇൻട്രസസറി പ്രയറിനെ കുറിച്ച് ക്രിറ്റിസിസം ധാരാളമുണ്ട്. ഇൻട്രസസറി പ്രയറിനെ കുറിച്ച് ഒക്കെ കണ്ടമാനം നിരൂപിക്കുന്നുണ്ട്. കാര്യം ആരുടെ അടുക്കൽ ഈ ദുരുപദേശം കൊണ്ട് കൊടുത്താൽ ഇത് ജനത്തിൻ്റെ ഇടയിൽ പോകുമെന്നുള്ളത് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അതെല്ലാം ഒഴിവാക്കി വെച്ച് എടുക്കാവുന്ന ചിലത് മാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു പദം ഒരു കർത്തൃഭക്തനിൽ നിന്ന് എടുത്ത ഒരു പദമാണ്. ഈ വാക്കിൻ്റെ അർത്ഥം തന്നെ ഒരുവന് വേണ്ടി ഒരുവൻ മധ്യസ്ഥത ചെയ്യുക. രണ്ടുപേർ തമ്മിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ പറഞ്ഞു തീർക്കാൻ ഇടയ്ക്ക് വരുന്നത് പോലെ തന്നെ ഒരു അഡ്വക്കേറ്റ് ജഡ്ജിൽ നിന്ന് എന്തെങ്കിലും ഒരു നന്മ വാങ്ങിച്ചു കൊടുക്കുവാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ രണ്ട് വ്യക്തികളെ നിർത്തിക്കൊണ്ട്, ഒന്ന് ദൈവവും വേറൊന്ന് മനുഷ്യനും, ദൈവത്തോട് ചോദിച്ച് എടുത്തു കൊടുക്കേണ്ടതിന് മധ്യസ്ഥത ചെയ്യുന്നതായ അഡ്വക്കേറ്റിന് ആവശ്യങ്ങൾ ഒന്നുമില്ല. പക്ഷെ അദ്ദേഹം നിയമപ്രകാരം പുട്ടപ്പ് ചെയ്യേണ്ടതുപോലെ ഇത് തിരുസന്നിധിയിൽ അല്ലെങ്കിൽ ജഡ്ജിൻ്റെ മുമ്പിൽ പുട്ടപ്പ് ചെയ്യുക, അതുമാത്രമേ ഒരു അഡ്വക്കേറ്റ് ചെയ്യുന്നുള്ളൂ. എൻ്റെ കർത്താവ് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു അഡ്വക്കേറ്റാണ്. നമ്മൾ ഒരു മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നുവെങ്കിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന ഒരു യേശു ഉണ്ട്. അത് ഓർത്തുകൊണ്ട് ആ മാതൃക പിൻപറ്റുവാൻ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഇവിടെ എഴുതിയിരിക്കുന്ന ഒരാശയം, സ്വയമായി പ്രാർത്ഥിപ്പാൻ കഴിയാത്തവർക്ക് വേണ്ടി, സ്വന്തം ആവശ്യങ്ങൾ പ്രാർത്ഥിക്കാൻ കഴിയാത്തവർ പലരുണ്ട്. അതിന് തന്നെയല്ല, പ്രാർത്ഥിക്കാൻ കഴിയുന്നവർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് കഴിയാത്തവർക്ക് വേണ്ടി അവരെ ദൈവസന്നിധിയിൽ താങ്ങി പ്രാർത്ഥിക്കുവാൻ അതിനു വേണ്ടിയാണ് ഒന്നാം ലെവലിൽ മെച്യൂരിറ്റി ലഭിച്ചവർ, പ്രായപൂർത്തിയായവർ, വിശ്വാസത്തിൽ വർദ്ധിച്ചവർ, അവർക്കാണ് ഈ രണ്ടാം പടിയിൽ കയറാൻ കഴിയുന്നത്. ഒന്നാം പടിയിൽ പ്രാർത്ഥിച്ച്, എനിക്കൊന്ന് ഇത് ഓറൽ റോബർട്ട്സിൻ്റെ വാക്കാണിത്, ഒന്നാം പടിയിൽ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ മച്യൂരിറ്റി പ്രാപിച്ചവർ, എൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നേടി എന്ന് പറയുന്നവർ, ഞാൻ ദൈവത്തോട് ഇന്നത് ചോദിച്ചു അത് തന്നു എന്ന് പറയുന്നത്, 20 ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ വെച്ചു 20ഉം ദൈവം തന്നുവെന്ന് പറയുന്നവർ, ഒന്നാം ലെവലിൽ പ്രാർത്ഥിച്ച് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ ആ മച്യൂരിറ്റി ലഭിച്ചവർ രണ്ടാം ലെവലിലേക്ക് കയറേണ്ടതാണ്. ഇത് ഓറൽ റോബർട്ട്സിൻ്റെ പദമാണ്. അവർക്ക് മാത്രമേ രണ്ടാം ലെവലിൽ നിൽക്കാനൊക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു, ഒന്നാം ലെവൽ നമ്മൾ വിടത്തില്ല, അവനവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർ സ്വയം
സ്വയമായി പ്രാർത്ഥിക്കുവാൻ ട്രെയിനിങ് തികയാഞ്ഞവർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിക്കുന്നതാണ്. അതിനുള്ള മച്യൂരിറ്റി ലഭിച്ചവർ ദൈവത്തിൽ നിന്ന് ഇത് പ്രാപിക്കേണ്ടതിന് ഈ രണ്ടാം ലെവലിലേക്ക് വരേണ്ടതാണ്. മാത്രമല്ല, അന്യോന്യം പ്രാർത്ഥിക്കുവാൻ ദൈവം സഭയെ അധികാരപ്പെടുത്തി, കർത്താവ് നമ്മെ അധികാരപ്പെടുത്തിയിട്ടുണ്ട് അന്യോന്യം പ്രാർത്ഥിക്കുവാൻ. അതിനകത്ത് രോഗികൾക്കായി പ്രാർത്ഥിക്കുവാൻ, രോഗശാന്തിക്കായി. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ചേർന്ന് പ്രാർത്ഥിക്കുന്നതിൽ വളരെ ഫലമുണ്ട്. മറ്റുള്ളവർക്കായി നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് കാണാം, ഒപ്പം നമ്മെയും അനുഗ്രഹിക്കും. മറക്കരുതാത്തൊരു കാര്യമാണ്, ഞാൻ ഇനിയൊരാളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനാൽ അവരനുഗ്രഹിക്കപ്പെടും, ഞാനും അനുഗ്രഹിക്കപ്പെടും. നിങ്ങളിലൊരാളിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നിവർത്തിക്കപ്പെടും, ഒപ്പം എൻ്റെയും ആവശ്യം. യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം ഇതിനൊരു പ്രധാന ഉദാഹരണമാണ്. യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ യോബിന് ഇരട്ടിയായി കൊടുത്തു. തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, യോബിന് ഇരട്ടിയായ പ്രതിഫലം ലഭിച്ചു. ഇന്ന് പകൽ ചിലതിന് വേണ്ടി, ഈ ദിവസങ്ങളിൽ മറ്റു ചിലതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഇരട്ടിയായി പ്രാപിക്കുകയും ചെയ്യുന്ന മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്കൊന്ന് വരാം. സ്വയം പ്രാർത്ഥിക്കുവാൻ ആവശ്യത്തിന് വിശ്വാസമില്ലാത്തവർ, ദൈവസന്നിധിയിൽ മാതൃകാപരമായി ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ ഇല്ലാത്തവർക്ക്, ദൈവസന്നിധിയിൽ അത് സാധിക്കാത്തവർക്ക് വേണ്ടി മധ്യസ്ഥത കഴിക്കുകയും അതിലുപരി ആത്മയുദ്ധം ചെയ്യുന്നവരും ആത്മീയ പോരാളികളുമായവർക്ക് വേണ്ടിയും അധ്യക്ഷന്മാർ, സഭാ നേതാക്കന്മാർ, അപ്പോസ്തലന്മാർ, സുവിശേഷകന്മാർ എന്നിങ്ങനെ മുൻനിരയിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയും നാം അഭയാചന കഴിക്കേണ്ടതാണ്. ഓരോന്നോരോന്നായി ഞാൻ തൊട്ട് പോകുവാൻ താല്പര്യപ്പെടുന്നു. ഇൻ്റർസെഷണറി പ്രയർ, മധ്യസ്ഥ പ്രാർത്ഥന ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ആരംഭിക്കുവാൻ കാര്യം, ഇപ്പോഴെങ്കിലും ഭാരതത്തിൻ്റെ സാഹചര്യം നിങ്ങൾക്ക് നന്നായി അറിയാം, ലോകത്തിൻ്റെ തന്നെ സ്ഥിതിവിശേഷങ്ങൾ നമുക്കറിയാം. ഒരു അന്ത്യകാല സംഭവമാകയാൽ യേശുവിൻ്റെ വരവിന് വേണ്ടി പീഡാകാലത്തിലേക്ക് ജനത്തെ നടത്തിയെടുക്കുന്ന കാലഘട്ടമാണിത്. ഈ ദിവസങ്ങളിൽ സഭയെ തകർത്ത് കളവാൻ സകല ശക്തികളും സകല മണ്ഡലങ്ങളിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഇതിൻ്റെ വട്ടത്തിൽ വേലി കെട്ടുവാൻ, ഇതിനു വേണ്ടി ദൈവത്തോട് അഭയാചന കഴിക്കുവാൻ പ്രാർത്ഥിക്കുന്ന ചിലരെ ദൈവം ഒരുക്കേണ്ടതിന് വേണ്ടിയാണ് ഞാനും നിങ്ങളും വന്നിരിക്കുന്നത്. ആകയാൽ നാം ആത്മീയർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അപ്പോസ്തലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സുവിശേഷകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇങ്ങനെയുള്ളവർക്കൊക്കെയും വേണ്ടി. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പാൻ ആവശ്യപ്പെട്ടു. സകല പ്രാർത്ഥനയാലും യാതനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. പ്രാർത്ഥനയിൽ സ്ഥിരതയോടെ പ്രാർത്ഥിക്കുവാൻ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരാഴ്ച ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ താല്പര്യപ്പെടുന്നു. അതിൻ്റെ അർത്ഥം അന്നത്തേക്ക് പ്രാർത്ഥന മാറ്റുമെന്നല്ല. നാം പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മുടെ ഡെയിലി പ്രയറിൽ ഇന്നും മുതൽ വീണ്ടും സ്ഥിരതയോടുകൂടെ പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ഈ പ്രാർത്ഥന വീരന്മാർ, പ്രാർത്ഥന വീരകൾ എന്നൊക്കെ അങ്ങനെയുള്ളവർക്ക് പേരാകും. ഇടിവിൽ നിൽക്കുവാൻ ദൈവത്തിന് മനുഷ്യനും ഇടിവിൽ നിൽക്കുവാൻ ദൈവം ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ചിലരുടെ ശുശ്രൂഷയാത. ഇനി പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞ ഇതൊരു അഭയയാതനയാണ് ദൈവത്തോടുള്ള. പക്ഷേ ചുരുക്കം ചിലരുടെ ശുശ്രൂഷ അതാ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ പ്രയോജനം വല്ലതും ഉണ്ടായോ? എന്നെ കാണുമ്പോൾ എല്ലാം പറയുന്ന ചിലരുണ്ട്, ഞാൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, മോനെ പ്രയോജനം വല്ലതും ഉണ്ടായോ? മറക്കരുത്, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ കൃപാവരമുള്ള ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ പ്രയോജനം ഉണ്ടായിരിക്കും. ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ കൃപാവരം ഇല്ലാത്തവർ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. അത് നിവർത്തിക്കപ്പെടുന്നതിനെ തുടർന്ന് ആ കൃപാവരം നിങ്ങളിലേക്ക് പകരപ്പെടുകയും മറ്റൊരാളിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും. ചിലർക്കതിനുള്ള അധികാരമുണ്ട്, ചിലർക്കതിനുള്ള അധികാരം ഇല്ല. അധികാരമില്ലാത്തവൻ ചെയ്യാൻ ഞാൻ ആവശ്യപ്പെടുകയില്ല. അവർ സ്വയമായി അവരവരുടെ കാര്യങ്ങൾ വെക്ക്. ആകയാൽ സഭയായി ഒരുമിച്ചിരിക്കുമ്പോൾ ഇതിനെ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. പ്രാർത്ഥനാ വീരൻ എന്ന് അങ്ങനെയുള്ള വ്യക്തികൾക്ക് പേരാകും. പ്രാർത്ഥനാ വീര എന്നങ്ങനെയുള്ള സഹോദരിമാർക്ക് പേരാകും. സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ 1 തീമോഥെയോസ് 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവ്വഭക്തിയോടും ഘനത്തോടും സാവധാനതയോടും സ്വസ്ഥതമുള്ള ജീവിതം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും അധികാരികൾക്കും അധികാരസ്ഥന്മാർക്കും വേണ്ടി യാതനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിന് മുൻപേ പ്രബോധിപ്പിക്കുന്നു.
എന്തിനു വേണ്ടിയാണ് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? അവരുടെ കുടുംബം നന്നാകാനല്ല, എനിക്ക് സമാധാനമായി ജീവിക്കുവാൻ, യോഗ്യമായ തീരുമാനങ്ങളിൽ അവർ വരുവാൻ, മാന്യമായ തീരുമാനങ്ങൾ അവരെടുക്കുവാൻ, അവരുടെ ബുദ്ധിയെ അശുദ്ധമാക്കുന്ന ആ പൈശാചിക കെട്ടുകളിൽ നിന്ന് അവർ പുറത്തു വരുവാൻ, അവർ ദൈവത്താൽ നയിക്കപ്പെടുവാൻ, നിയന്ത്രിക്കപ്പെടുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. ഇവിടെ സ്തോത്രം കഴിപ്പാൻ ഒരു പദമുണ്ട്, സ്തോത്രം കഴിപ്പാൻ. ഞാൻ തികഞ്ഞ ബഹുമാനത്തോടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുക. സിലോൺ പെന്തക്കോസ്റ്റ് മിഷനിൽ ഞാൻ പല വർഷങ്ങൾ ആരാധനയ്ക്ക് പോയിട്ടുണ്ട്. ഞാൻ അവിടുത്തെ മെമ്പർ ആയിരുന്നില്ല, പക്ഷെ ഞാൻ അവിടെ ആരാധനയ്ക്ക് പോയിട്ടുണ്ട്. അവിടെ സ്തോത്രം എടുക്കുക എന്നൊരു പരിപാടിയുണ്ട്. നമ്മൾ രാവിലെ പ്രാർത്ഥനയ്ക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നത് പോലെ അവിടെ ഒരാളിനെ നിയമിക്കും സ്തോത്രം എടുക്കുവാൻ. ഞാൻ പോയിരുന്ന ചർച്ചിൽ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. എല്ലായിടത്തും അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പോയിരുന്ന ഇടത്ത് അങ്ങനായിരുന്നു. ആൾ ഓരോന്നോരോന്ന് അനൗൺസ് ചെയ്യുന്നിട്ട് എല്ലാവരും കൂടെ സ്തോത്രം ചെയ്യാൻ പറയും. പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, സ്തോത്രം സ്തോത്രം സ്തോത്രം, എല്ലാവരും കൂടെ സ്തോത്രം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ സഭയിലെ സഹശുശ്രൂഷകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, എല്ലാവരും കൂടെ സ്തോത്രം സ്തോത്രം. അവർ പ്രാർത്ഥിക്കാമെന്ന് പറയത്തില്ല, അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യാം. കലക്ടർക്ക് വേണ്ടി സ്തോത്രം ചെയ്യാം, എല്ലാവരും കൂടെ സ്തോത്രം. പോലീസ് ഇൻസ്പെക്ടർക്ക് വേണ്ടി സ്തോത്രം ചെയ്യാം, എല്ലാവരും കൂടെ സ്തോത്രം ചെയ്യുക. ഇങ്ങനെ പ്രാർത്ഥനാ വാചകങ്ങൾ ഉച്ചരിക്കാതെ തന്നെ സ്തോത്രം മാത്രം പറയുന്ന ഒരു സെക്ഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത്, നല്ലതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രണ്ടായാലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു വാക്യം ഇവിടെയുണ്ട്. ഈ യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണം. ഇതിൻ്റെ രണ്ടാമത്തെ അർത്ഥം ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ അർത്ഥത്തിൽ ഞാനത് എടുത്തു. രണ്ടാമത്തെ അർത്ഥം, ഞാൻ പ്രാർത്ഥിച്ച കാര്യം ചെയ്തു. എനിക്ക് വിരോധമായിരുന്നൊരു നിയമമുണ്ടായിരുന്നു. എനിക്ക് വിരോധമായി കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരാളിവിടെ ഉണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം അവൻ്റെ കസേര ചുഴറ്റി എറിഞ്ഞു. പകരം വന്നവൻ മര്യാദയുള്ളവനാ. ആകയാൽ കർത്താവേ സ്തോത്രം. എനിക്ക് വിരോധമായി എഴുതിയിരുന്ന രേഖകൾ തിരുത്തപ്പെട്ടു. കർത്താവേ സ്തോത്രം. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, ക്രിയകൾ കണ്ടുകൊണ്ട്, ദൈവം വരുന്ന ഫലം കണ്ടുകൊണ്ട് സ്തോത്രം പറയുവാൻ ചിലരെ ദൈവം ശക്തീകരിക്കട്ടെ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർ ചെയ്യുന്ന നന്മ കണ്ടുകൊണ്ട് സ്തോത്രം ചെയ്യുവാനും ഞാൻ മുമ്പേ പ്രബോധിപ്പിക്കുന്നു. ഇനി ഇത് പൗരോഹിത്യത്തിൻ്റെ പ്രതിച്ഛായ. പഴയ നിയമത്തിൽ പൗരോഹിത്യം എന്നൊരു പദമുണ്ട്. പഴയ നിയമത്തിലെ പൗരോഹിത്യത്തിൻ്റെ ഏറെക്കുറെ പുതിയ നിയമ ലക്ഷണമാണത്. അതെ, നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്. പുരോഹിതന്മാരുടെ ജോലിയായിരുന്നു മധ്യസ്ഥത ചെയ്ത് പ്രാർത്ഥിക്കുക. പുരോഹിതൻ്റെ പണിയായിരുന്നു മറ്റൊരാളിനെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുക. പുരോഹിതൻ്റെ പ്രധാനപ്പെട്ട ജോലി മുൻപിൽ നിൽക്കുന്ന ജനത്തിനും അതിപരിശുദ്ധ സ്ഥലത്തായിരിക്കുന്ന ദൈവത്തിനും ഇടയിൽ നിന്നുകൊണ്ട് ജനത്തെ മുൻപിലേക്ക് നയിക്കുക. ഇവിടെ പാസ്റ്റർ വി എ തോമസ് ഉച്ചരിച്ചിരുന്ന ഒരു പദം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. തൻ്റെ പ്രാകാരത്തിനകത്ത് നിൽക്കുന്ന ജനത്തെ ദൈവത്തിങ്കിലേക്ക് നയിക്കുവാൻ ആയിരത്തോളം വർഷം ന്യായപ്രമാണത്തിൻ്റെ ലേവി പൗരോഹിത്യം സഹസ്രകോടി പയറ്റിയെങ്കിലും ഒരുത്തനെ ഒരടി മുന്നോട്ട് വെപ്പിക്കുവാൻ അവരെ കൊണ്ട് ഒത്തിട്ടില്ല. അങ്ങനെ ലേവി പൗരോഹിത്യം പരാജയപ്പെട്ട ഇടത്ത് ഇതിനകത്തിരിക്കുന്ന രാജകീയ പുരോഹിത വർഗത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവരുടെ കൈവപ്പല്ല നമുക്ക് വേണ്ടത്, ദൈവത്തിൻ്റെ കൈവപ്പാണ്. പഴകിപ്പോയ ലേവി പൗരോഹിത്യത്തിൻ്റെ കൈവപ്പും പിന്മാറ്റവുമല്ല, രാജകീയ പൗരോഹിത്യത്തിൻ്റെ പിന്തുടർച്ച. അകലെയിരുന്ന ജനത്തെ ദൈവത്തോട് അടുപ്പിക്കുവാൻ. ഇന്നലെ മദ്യപനായി മദ്യപിച്ച് നടന്ന, ലഗ്ഗുകെട്ട് നടന്നവൻ നാളെ ദൈവത്തിൻ്റെ ശുശ്രൂഷകനായി പ്രവാചകനായി എഴുന്നേറ്റ് നിൽക്കുന്ന, അതെ, പ്രാകാരത്തിൻ്റെ പുറത്തെ അറ്റത്ത് വെളിമ്പറമ്പിൽ കിടന്നവനെ കൃപാസനത്തോട് അടുപ്പിക്കുന്ന പൗരോഹിത്യ ശുശ്രൂഷയെ ദൈവം നമ്മളെ ഏൽപ്പിച്ചതിനാൽ നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ, അന്യോന്യം പക്ഷവാദം ചെയ്യുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ഒരു പൗരോഹിത്യത്തിൻ്റെ പ്രതിച്ഛായയാണത്. ദൈവം നമ്മെ ആക്കിയ ദേശത്തിന് വേണ്ടി, എവിടെയൊക്കെയാണ് നമ്മൾ മധ്യസ്ഥത ചെയ്യാൻ പോകുന്നത്? ദൈവം ആക്കിയ ദേശത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി ദൈവം നമ്മളെ ഏൽപ്പിച്ച അതിർത്തികൾക്കുള്ളിലുള്ള ഏതിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇത് പ്രാർത്ഥനയോടെ രണ്ടാം ഘട്ടത്തിൽ കടന്നു വന്നവർക്ക് മാത്രമേ ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ഒന്നാം ഘട്ടം പാസ്സായവർക്ക് മാത്രമേ, അതിനകത്തെ മച്യൂരിറ്റി നേടിയവർക്ക് മാത്രമേ രണ്ടാം രംഗം തൊടാനൊക്കത്തുള്ളൂ. രണ്ടാം രംഗം തൊടുന്നവർക്കായി സ്തോത്രം. ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡുമായി ബാംഗ്ലൂരിൽ ബന്ധപ്പെട്ടത് ഒരു പാസ്റ്റർ സാങ്കുട്ടി മുഖേനയാണ്. ജലഹലി ചർച്ചിൽ ഒരു പാസ്റ്റർ സാങ്കുട്ടി ഉണ്ടായിരുന്നു, ടി സാങ്കുട്ടി.
അദ്ദേഹം മുഖേനയാണ് ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചുമായി ആദ്യമേ കണക്റ്റ് ആകുന്നത്. തുടർന്ന് ഇതിനകത്ത് വരാനും ആരാധിക്കാനും ഇന്ന് ഈ സ്ഥാനം വരെ കർത്താവിനെ കൊണ്ടുവരുവാനും ഇടയാക്കി. അദ്ദേഹം പറയാറുള്ള ഒരു കാര്യമുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നത്, എനിക്ക് ഒരു മാറാത്ത വയറ്റുവേദന ഉണ്ടെങ്കിൽ, അദ്ദേഹം പറഞ്ഞിരുന്ന പദമാണ്, എനിക്ക് ഒരു മാറാത്ത വയറ്റുവേദന ഉണ്ടെങ്കിൽ ഞാൻ അതിനുവേണ്ടി പല പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും ദൈവം മറുപടി തന്നില്ലെങ്കിൽ എവിടെയും ഒരു വയറ്റുവേദനക്കാരനെ പ്രാർത്ഥിക്കാൻ കിട്ടുമെന്ന് ഞാൻ നോക്കും. അദ്ദേഹം പറഞ്ഞ പദമാണ്. അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ എനിക്ക് വയറ്റുവേദനയാണ് പാസ്റ്ററെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അവന് വേണ്ടി ഞാൻ നിന്നങ്ങ് പ്രാർത്ഥിക്കും. അദ്ദേഹം പറഞ്ഞ വാചകമാണ്, അദ്ദേഹത്തിന് വേണ്ടി ഞാൻ നിന്നങ്ങ് പ്രാർത്ഥിക്കും. കുറവായി എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ചിരുന്ന കൈയെടുത്ത് ഞാൻ എൻ്റെ വയറിലോട്ട് വെച്ച് ഇനി എൻ്റെയും കൂടെ എന്ന് പറയും. അദ്ദേഹം പറഞ്ഞ പരുവത്തിന് അതങ്ങ് ഒക്കുവന്ന. ഒരുത്തന് തലവേദനയാണെന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് തലവേദനയാണ്, എൻ്റെ തലവേദന മാറുന്നില്ല. ഇതിനിടയ്ക്ക് മൂക്ക് വേദനയുള്ളവന്, ചെവി വേദനയുള്ളവന് എല്ലാത്തിനും പ്രാർത്ഥിക്കും. അതെല്ലാം ആവറേജാണ്. പക്ഷെ തലവേദനയുള്ള ഒരുത്തനെ കിട്ടിയാൽ, കാര്യം എൻ്റേത് പൊറുക്കാതെ കിടക്കുക, അവൻ്റെ തലയെ കൈവച്ച് ഞാൻ അങ്ങ് കാര്യമായി പ്രാർത്ഥിക്കും. കർത്താവേ വിടുതൽ കൊടുത്തേ പറ്റൂ. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞേച്ച് ആ തലയെടുത്ത് ആ കൈയെടുത്ത് എൻ്റെ തലയിൽ വെക്കും. കർത്താവേ എൻ്റെയും കൂടെ കാര്യവും നോക്കിയേക്കണം. മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നയാളിന് ഇതിൻ്റെ ഫലം കൂടെ പറിച്ചു തിന്നാൻ കഴിയും എന്ന് ഞാൻ കർത്താവിൽ ഓർമ്മിപ്പിക്കുവാൻ ഈ ഒരു ഉദാഹരണം എടുത്തെന്ന് മാത്രം. ദേശത്തിന് മതിൽ കെട്ടുവാൻ കർത്താവ് നമ്മയാക്കി. എസെക്കിയേൽ പ്രവചനം 3:17 മനുഷ്യപുത്ര, മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഭാഗമായത് പ്രോഫറ്റിക്കലുമായി കണക്ട് ചെയ്യാൻ പോവുക. മധ്യസ്ഥ പ്രാർത്ഥന കഴിഞ്ഞാൽ അടുത്ത ലെവൽ സ്പിരിച്വൽ വാർഫെയർ ആണ്. എന്ന പ്രോഫറ്റിക്കലുമായി കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇതും കൂടെ തൊടുന്നത്. മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗ്രഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. നീ ദേശത്തിന് കാവൽ നിൽക്കുവാൻ നീ ഇതിനൊരു മതിൽ കെട്ടണം. കർത്താവ് ചില അധികാരങ്ങൾ ഏൽപ്പിച്ചെങ്കിൽ അവയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് എനിക്കും പരിചയമുള്ള ചില ഭാഗങ്ങളുണ്ട്. ഒരു വീട്ടിൽ ഒരു പട്ടിയെ വളർത്തുന്നെന്നിരിക്കട്ടെ. ബുദ്ധിമാനായ ഒരു പട്ടിയാണെങ്കിൽ, പട്ടിക്ക് നല്ല ബുദ്ധിയുണ്ട്, എന്നേക്കാൾ ബുദ്ധിയുള്ള എത്രയോ പട്ടികളുണ്ട്. അതുകൊണ്ട് ഞാൻ ബുദ്ധി കുറഞ്ഞ പട്ടിയാണെന്നല്ല, ഓക്കെ, എന്നേക്കാൾ ബുദ്ധിമാന്മാരായ പല പട്ടികളുണ്ട്. അതിനെ വാങ്ങിച്ച ഓണർ അതിനെ കൊണ്ടു നടന്ന് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരം കാണിച്ചു വെച്ച് തെണ്ടി ഇത് നോക്കണമെന്ന് പറഞ്ഞാൽ അതിലെ ഒരു മൃഗത്തെ പക്ഷിയും അത് വിടുകയില്ല. ദൈവം നിങ്ങളെ ഒരു ഏറിയ ഏൽപ്പിച്ചെങ്കിൽ, മനസ്സിലാകുന്നുണ്ടോ? യൂസ്ലെസ്സായി ആരെയും ദൈവം ഇവിടെ വിളിച്ചിട്ടില്ല. യൂസ്ലെസ് എന്ന കാറ്റഗറിയിൽ ഒരൊറ്റയാളും ഇവിടെ ഇല്ല. ഞാൻ പറഞ്ഞ നമ്മുടെ ജാതിയും ഉപജാതിയും എല്ലാം കൂടെ മാന്യൻ, മഹാമാന്യൻ, ബഹുമാന്യൻ എന്ന, ശ്രേഷ്ഠൻ, അതിശ്രേഷ്ഠൻ എന്ന ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, ഇതൊരു ദൈവാലോചനയായി ഏറ്റെടുക്കൂ. ദൈവം നിങ്ങളെ ചില ഏറിയ ഏൽപ്പിച്ചിട്ടുണ്ട്. ദൈവം നിങ്ങളെ ഒരു ഏറിയ ഏൽപ്പിച്ചിട്ടുണ്ട്. മനുഷ്യപുത്ര എന്ന് പറഞ്ഞാൽ എസെക്കിയേൽ എന്ന് പേര് വിളിക്കാതെ എന്നെ കൂടെ ചേർക്കേണ്ടതിന്, നിങ്ങളെ കൂടെ ചേർക്കേണ്ടതിന്, മനുഷ്യപുത്ര ഞാൻ നിന്നെ ഇസ്രായേൽ ഗ്രഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. നീ കണ്ടതിന് മുഴുവൻ കാവൽ നിൽക്കാനല്ല, തോന്നിയതിനെയെല്ലാം നടക്കാനല്ല, ഞാൻ നിനക്കൊരു ഏറിയ തന്നിട്ടുണ്ട്. ആ ഏറിയയ്ക്ക് നീ കാവൽക്കാരനാ. ഇന്നിതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ചില ഏറിയ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഏറിയയ്ക്ക് നിങ്ങൾ കാവൽക്കാരാ. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വേണം, എസെക്കിയേൽ 22:30 ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വേണം അതിന് മതിൽ കെട്ടി എൻ്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. ഇന്ന് പകൽ ഞാൻ കർത്താവിൻ്റെ തിരുനാമത്തിൽ ഓർമ്മിപ്പിക്കട്ടെ, ചിലതിനെ ചില ഏറിയ ഏൽപ്പിക്കുവാൻ. എം.എ. വർഗീസിന് ആരെയും ഒരു ഏറിയ ഏൽപ്പിക്കാൻ ഒക്കത്തില്ല. ഇത് എൻ്റേതല്ല, പകരം ഇത് സൃഷ്ടിച്ച സർവ്വ ഉന്നതനായ ദൈവം, ഇന്ന് പകൽ ആത്മാക്കളുടെ ഉടയവനായവൻ ഇതിനകത്തിരിക്കുന്ന ചിലതിനെ വിളിച്ച് ഈ ഏറിയ നിന്റെ കയ്യിൽ തരികയാ, കാവൽ കാത്തോളാൻ പറഞ്ഞാൽ. പ്രൈസ് ദി ലോർഡ്. ചിലതിനെ ചില ഏറിയകൾ ഏൽപ്പിക്കുവാൻ ഒരാഴ്ച നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കാൻ പോകുക. ഞാൻ ആ വാചകം പിന്നെയും പറയുകയാണ്. ഒക്ടോബർ മാസം 6-ാം തീയതി മുതലുള്ള ഒരാഴ്ച പകൽ സെക്ഷനിൽ അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല. കാര്യം കൂടുതൽ ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. കഴിയുന്നവർ മാത്രം, വേറെ ആരോടും നിർബന്ധിച്ചിട്ട് കാര്യമില്ല. ജോലിക്ക് പോയതുകൊണ്ടവർ പോയേ മതിയാകൂ. രാത്രി സെക്ഷനുകൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. കഴിയുന്ന അത്രയും പേർ ദയവായി വന്നിരിക്കുവാനും ദൈവത്തെങ്കിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ഏറിയ ഏതാണെന്ന് തിരിച്ചറിയുവാനും എൻ്റെ അവകാശം എന്താണെന്ന് തിരിച്ചറിയുവാനും.
ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ഓഫീസിൽ, ഞാനും കൂടെ ജോലി ചെയ്ത ഒരു ഓഫീസിൽ 3-4 പേരെ പുതുതായി റിക്രൂട്ട് ചെയ്തു, പുതുതായി ജോലിക്കെടുത്തു. 2 ദിവസം കഴിഞ്ഞതിനോടകം കമ്പനിയുടെ ഓണർ ഒരാളിനെ വിളിച്ചു വെച്ച് പറഞ്ഞു, നിൻ്റെ ജോലി ഇന്നതാ. ഒരാഴ്ചക്കകം 3 പേരെ വിളിച്ചു വെച്ച് പറഞ്ഞു, നിൻ്റെ ജോലി ഇന്നതാ. അപ്പോൾ ഒരുത്തം മിച്ചം വന്നു. ആഴ്ച തീരാറായപ്പം ഒരു മാനേജരാണ് ഞാനവിടെ, അദ്ദേഹം എൻ്റെ അടുക്ക വന്ന് ചോദിച്ചു, എനിക്ക് മാത്രം പണിയൊന്നും കിട്ടിയില്ല. ഞാൻ പറഞ്ഞു, എനിക്കൊരറിവില്ല, എന്തുകൊണ്ടാണ് വലിയ സാറ് ഓണറാണ് അങ്ങനെ തരാൻ എനിക്ക് അറിഞ്ഞുകൂടാ. 2ാമത്തെ ആഴ്ച പകുതിയായപ്പോഴും അവൻ വന്ന് പറഞ്ഞു, എനിക്ക് മാത്രം പണിയൊന്നും തന്നിട്ടില്ല, ബാക്കി എല്ലാവർക്കും ഓരോ പണി കൊടുത്തിട്ടുണ്ട്. 2ാമത്തെ ആഴ്ച തീരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പണി കൊടുത്തു. ടെർമിനേഷൻ ഓർഡറായിരുന്നു. കാര്യം നിന്നെ ഒന്നിനും കൊള്ളുകയില്ല, നിന്നെ ഈ ദിവസങ്ങളിൽ ശോധന ചെയ്തുകൊണ്ടിരുന്നു, നിന്നെ ഒരു പണി ഏൽപ്പിക്കാൻ കൊള്ളുകയില്ല. അതുകൊണ്ട് ഈ 15 ദിവസത്തെ ശമ്പളം വാങ്ങിച്ചോ, എനിക്ക് തോന്നുന്നത് 1000 രൂപയാന്ന് തോന്നുന്നു എക്സ്ട്രായും കൊടുത്ത് പോക്കോളാൻ പറഞ്ഞു. കാര്യം നിന്നെ കൊള്ളുകയില്ല. ഇതിനകത്തിരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ആർ യു അസൈൻഡ് വിത്ത് എ ജോബ്? നിങ്ങൾ ചെയ്യാൻ ദൈവം നിങ്ങൾക്കൊരു ജോലി തന്നോ? അതോ ഇന്ന് നിങ്ങൾ അണ്ടർ ഒബ്സർവേഷൻ ആണോ? ഇന്ന് പകൽ എന്നെ ദൈവം ഒരു ഏറിയ ഏൽപ്പിച്ചു, മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി, ഒരേറിയ എൻ്റെ കയ്യിൽ തന്നുവെന്ന് ബോധ്യമില്ലാത്ത ദൈവമക്കളെ, മാറിയിരിക്കാം ദൈവസന്നിധിയിൽ. കർത്താവേ, യുദ്ധവും പെരുമ്പടയുമുള്ള ഈ നാളിൽ, പ്രശ്നവും അനർത്ഥങ്ങളും ഒന്നിനു പുറകെ ഒന്നായി കവിയുന്ന ഈ നാളിൽ, ഒരേറിയ എൻ്റെ കയ്യിൽ തരണമേ. ഞാനിതിന് വേലി കെട്ടുവാൻ, അതിനകത്തൊരു ശത്രു അടുക്കരുതെന്ന് പറയുവാൻ, അതിനകത്തുള്ള ദുരാത്മാക്കളെ, ദുഷ്ടശക്തികളെ ശാസിച്ചകറ്റുവാൻ, എൻ്റെ കയ്യിൽ ചിലത് ഏൽപ്പിക്കണമെന്ന് പറയുവാൻ, ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങുവാൻ വരുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മനുഷ്യപുത്ര, ദേശത്തെ നശിപ്പിക്കാതെ വേണം അതിന് മതിൽ കെട്ടി എൻ്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു. പുരുഷനെന്നോ സ്ത്രീയെന്നോ ഉള്ളത് മലയാളത്തിൻ്റെ നല്ല യൂസേജ് ആണെങ്കിലും തിരുവചനത്തിൽ രണ്ടും കൂടെ ചേർത്തൊക്കെ പറയാറുണ്ട്. അതിലൊരു ചേർത്ത പദപ്രയോഗമായി ഇവിടെ. പുരുഷന്മാർക്ക് പ്രത്യേകം കൊടുക്കേണ്ട ജോലികൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്, സ്ത്രീകൾക്ക് പ്രത്യേകം കൊടുക്കേണ്ട ജോലികൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. വേദപുസ്തകത്തിൽ അങ്ങനെയൊക്കെ ഉണ്ട്. ആവശ്യമില്ലാത്തൊരു കാര്യമായിരിക്കും, പക്ഷേ എന്നാൽ ഇടയ്ക്കൊന്ന് കയറണമല്ലോ, വർഷങ്ങളായി പറഞ്ഞിട്ടില്ല. എന്നോട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്, സ്ത്രീക്കും പുരുഷനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, രണ്ടുപേരും തുല്യരാണ്, സമന്മാരാണെന്നൊക്കെ പറയുന്ന ഈ കാലത്ത് എന്തോടോ താനിങ്ങനെ, അല്ലെ പാസ്റ്റർ ഇങ്ങനെ ഈ സ്ത്രീ പുരുഷ ഭേദത്തെക്കുറിച്ചൊക്കെ പറയുന്നെന്ന്? ഇപ്പോൾ പദം പറയുന്ന തെറ്റാ, അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് പറയുന്നില്ല. എങ്കിലും കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിയുമ്പോൾ ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല പുരുഷനാണോ പ്രസവിച്ചത് സ്ത്രീയാണോ എന്ന്. ചോദിക്കാതെ എനിക്കറിയാം ദൈവം ഉണ്ടാക്കിയത് തന്നെയാണ്. ഇതൊന്നും തിരുത്താൻ ആരെക്കൊണ്ട് ഒക്കത്തില്ല. മനുഷ്യനെ കൊണ്ട് അസാധ്യമായ പലതും ദൈവത്താൽ സാധ്യമായത്. പക്ഷേ ഇന്ന് വരെ ഒരു പുരുഷൻ പ്രസവിക്കുമാറില്ല, അങ്ങനെ ബൈബിൾ പറയുന്നത്. കാര്യം ദൈവം ചിലത് തീരുമാനിച്ചതാ. ദൈവം വെച്ചിരിക്കുന്ന വ്യത്യാസങ്ങളാ. എന്നാൽ പുരുഷത്വം കാണിപ്പാൻ പല സ്ത്രീകളെയും ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു, ഇന്ന് വരെ കണ്ടില്ല. ഇസ്രായേലിൻ്റെ നടുവിൽ ഒന്ന് ഇടിവിൽ നിൽക്കേണ്ടതിന് ഞാനൊരു പുരുഷനെ അന്വേഷിച്ച് കണ്ടില്ല. ഇന്ന് പകൽ പട്ടണത്തിന് വേണ്ടി, അതിൻ്റെ പ്രാന്തപ്രദേശങ്ങൾക്ക് വേണ്ടി, ചില പ്രത്യേക ഏരിയയുടെ മേൽ, ഒരിക്കൽ ഡെങ്കു രോഗത്തിൻ്റെ മേൽ ദൈവം നമുക്കൊരു അധികാരം തന്നു. ഒരിക്കൽ ചില പ്രത്യേക രോഗങ്ങളുടെ മേൽ ദൈവം ഒരു അധികാരം തന്നു വെച്ച് പറഞ്ഞു, വേലികെട്ട്, സഭയതിന് വേലി കെട്ടി കൃപയല വേലിക്കകത്ത് കയറുവാൻ ഒരു ശക്തിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഈ ദിവസങ്ങളിൽ ചിലതിനൂടെ വേലി കെട്ടുവാൻ ചില പുരുഷന്മാരെ സ്വർഗം അന്വേഷിക്കുകയാണ്. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വേണം അതിന് മതിൽ കെട്ടി എൻ്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ ഇടപെടാതെ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. ആർക്കെങ്കിലും ഒന്ന് പറയാമോ, കർത്താവേ അടിയനെ അയക്കണമേ, ഞാനത് ഏറ്റെടുത്തോളാം. നമ്മൾ പുതിയ ആരംഭങ്ങളിലേക്ക് വീണ്ടും കയറുകയാണ്. ഇത് നമ്മുടെ പതിവായിരുന്നു, എന്നാൽ ഇടക്കാലമായി ഏറെക്കുറെ മറന്നുപോയി എന്നെനിക്ക് തോന്നുന്നു. പുതുതായി ഒന്നുകൂടെ ആരംഭിക്കാനായിരിക്കും. ഇപ്പോഴെങ്കിലും പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും കൂടെ നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരികയില്ലയോ? അതേ കർത്താവേ, മടങ്ങി വരുവാൻ ഞങ്ങൾ തിരുനാമത്തിൽ ആശ്രയിക്കുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥന, സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സ്വന്തം വിശ്വാസത്തോടെ സ്വന്തം വിശ്വാസത്തെ മറ്റുള്ളവരുടെ ആവശ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്ന,
പ്രതിഫലം നോക്കാതെ കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ ഏൽപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയാണിത്. മധ്യസ്ഥ പ്രാർത്ഥന. ഒരുവന് വേണ്ടി വേറൊരുവൻ ആത്മയുദ്ധം ചെയ്യുന്നതും കൂട്ടത്തിലുണ്ട്. ഞാൻ പല ആത്മയുദ്ധങ്ങളുടെ മുമ്പിൽ പോകാറുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാറുണ്ട്. പലയിടത്തും ഒരുപാട് റിയാക്ഷൻസ്, എതിരുകൾ, തിരിച്ചടികൾ ഉണ്ടാകാറുണ്ട്. ഞാൻ നിന്നു പോകാൻ കാര്യം ആയിരങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആയിരങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിന്നു പോകുന്നത്. ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമാണ്. ഒരിക്കൽ തിരുവല്ലയിൽ ഒരു കൺവെൻഷന് വേണ്ടി ഞാൻ പോയിരുന്ന സമയത്ത് ഒരു കർത്താവിൻ്റെ ദാസൻ എന്നോട് പറഞ്ഞു, ദയവായിട്ട് ഒന്ന് വരണം, നമുക്കൊരു വീട്ടിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കണം. ഒരു സഹോദരിക്ക് സുഖമില്ല, ഒരു പൈശാചിക പോരാട്ടം ആ വീട്ടിലുണ്ടെന്ന് പോയി പ്രാർത്ഥിക്കണം. ഞാൻ ഇല്ലാത്ത സമയമൊക്കെ ഉണ്ടാക്കി, ഒരുമിച്ച് പോകാമെന്നും പറഞ്ഞാൽ പോയെ. ഇല്ലാത്ത സമയമൊക്കെ ഉണ്ടാക്കി ഒത്തിരി ബുദ്ധിമുട്ടി. ഒരു ദിവസം ഉച്ചയ്ക്ക് 3 മണിക്ക് ചെല്ലാനാ പറഞ്ഞു. ഉച്ചയ്ക്ക് 3 മണിയായപ്പോൾ ഞാൻ പാസ്റ്ററുടെ വീട്ടിൽ ചെന്നു. എന്നിപ്പോൾ പാസ്റ്റർ സ്ഥലത്തില്ല. എന്നെ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോകേണ്ട മനുഷ്യനെ പുള്ളി സ്ഥലത്തില്ല. പകരം ഒരാൾ വന്ന് വെച്ച് പറഞ്ഞു, പാസ്റ്റർ എന്നെ ചുമതലപ്പെടുത്തി വെച്ചാൽ പോയത് പാസ്റ്റർ ഇങ്ങോട്ട് പോകാൻ. അങ്ങനെ ഞാനും അദ്ദേഹവും കൂടെ പോയി പ്രാർത്ഥിച്ചു വന്നു. ദൈവകൃപയാൽ അതൊരു പൈശാചിക ശക്തിയായിരുന്നു, വിട്ടുപോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് പാസ്റ്ററിനോട് പറഞ്ഞു, നമുക്കൊരിടത്തുനിന്ന് പ്രാർത്ഥിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, പാസ്റ്റർ വരുമോ? പുള്ളി എന്നോട് എന്താ ഒരു വളിച്ച ചിരിയും ചിരിച്ചുകൊണ്ട് തന്നെ വരത്തില്ല. ഞാൻ പിന്നെ എന്നെ പൊട്ട് കളിപ്പിക്കുന്നു. അല്ല പാസ്റ്ററേ, ആദ്യത്തെ പ്രാവശ്യം ഇതുപോലൊരു വീട്ടിൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയി. അന്ന് എൻ്റെ ഭാര്യ ഒരു കുഞ്ഞിനെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. 6 മാസം ആയിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞു, ഭൂതം പോയി. തിരിച്ചു വന്നപ്പോഴത്തേക്ക് എൻ്റെ കൊച്ചും പോയി. രണ്ടാമത്തെ പ്രാവശ്യവും അതുപോലെ തന്നെ എൻ്റെ ഭാര്യ 6 മാസം ഒരു കുഞ്ഞിനെ പ്രതീക്ഷിക്കുന്ന, 5 മാസം ഒരു കുഞ്ഞിനെ പ്രതീക്ഷിക്കുന്ന സമയത്താ വേറൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയ. ഭൂതം പോയി. തിരിച്ചു വന്നപ്പോൾ കൊച്ചും പോയി. ഇപ്പം പിന്നെ എൻ്റെ ഭാര്യ 5-ാം മാസത്തിൽ നടക്കുക, അതുകൊണ്ട് ഞാൻ വരത്തില്ല, നീ പോയി തല്ലും കൊണ്ടുകൊണ്ട് പോരെ. നിശ്ചയമായും ആത്മയുദ്ധത്തിൽ നിൽക്കുന്നവരെ പ്രതികരണങ്ങൾ ഉണ്ട്, എതിർപ്പുകൾ ഉണ്ട്. എന്നാൽ അവർ നിൽക്കുന്നത് ആയിരങ്ങളുടെ പ്രാർത്ഥനയല്ല. സകല ശുശ്രൂഷകന്മാർക്കും പൗലോസ് പറഞ്ഞു, എനിക്കും വേണ്ടി മധ്യസ്ഥത ചെയ്യുവിൻ. അനേകർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുവാൻ ഈ ദിവസങ്ങൾ സ്വർഗത്തിലെ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. ആത്മലോകത്തെ പിടിച്ചു നിർത്തേണ്ടതിന്, ആത്മലോകത്തിൽ ഉള്ളവരെ പിടിച്ചു നിർത്തേണ്ടതിന് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആവശ്യം വലുതാണ്. നമ്മളതിനു വേണ്ടി സമയമെടുക്കണം. അടുത്തത് ആത്മയുദ്ധത്തിലേക്ക് പോകാൻ പോകുകയാണ്. എനിക്കൊന്ന് ഇന്ന് ആത്മയുദ്ധത്തെക്കുറിച്ച് അധിക നേരം പറയാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരത്തില്ല. അതിപ്രധാന വിഷയങ്ങളിൽ ഒന്നാണത്. ഒന്നാമത്തെ ലെവൽ നമ്മൾ പറഞ്ഞു, പഴയ നിയമത്തിൻ്റെ പ്രാകാരത്തിൻ്റെ ലെവലിൽ തന്നെ നിൽക്കുകയാണ്. ജാതികളുടെ പ്രാകാരവും യഹൂദൻ്റെ പ്രാകാരവും രണ്ടും രണ്ടാണ്. പ്രാകാരത്തിൽ തന്നെ ഒന്നിലധികം സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, പുറത്തെ പ്രാകാരവും അകത്തെ പ്രാകാരവും ഒക്കെ ഉണ്ട് പഴയ നിയമ ദേവാലയത്തിനകത്ത്. ഒന്നാമത്തെ പ്രാർത്ഥനയുടെ ലെവൽ പുതിയ നിയമപ്രകാരം ഏറെക്കുറെ പഠിച്ചവർ പറയുന്നത് ഏറെക്കുറെ ഒന്ന് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പെറ്റീഷൻ ലെവൽ. ഈ ദിവസങ്ങളിൽ പെറ്റീഷൻ ലെവലിൽ ഉയർന്നവർക്ക് അടുത്തെന്തെങ്കിലും ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഒന്നാമത്തെ ലെവൽ അതാ. ആകയാൽ നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിൽ അറിയിച്ചേ മതിയാകെയുള്ളൂ. രണ്ടാമത്തെ ലെവലാണ് ഇൻട്രസെഷൻ പ്രയർ. മറ്റൊരുവന് വേണ്ടി മധ്യസ്ഥത ചെയ്ത് പ്രാർത്ഥിക്കുക. ആ ലെവലിൽ ജയിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. മൂന്നാമത്തെ ലെവലാണ് ആത്മയുദ്ധത്തിൻ്റെ ലെവൽ, സ്പിരിച്വൽ വാർഫെയർ പ്രയർ. ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നവർ പ്രാർത്ഥന. ഇതിനകത്ത് എഫെസ്യർ 6-ാം അധ്യായത്തിൽ നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടണം, രക്ഷയെന്ന ശിരസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും രക്ഷിക്കപ്പെട്ടതായിരിക്കണം. ചില സോഷ്യൽ മീഡിയക്കാരൻ്റെ എഴുത്ത് കണ്ട് ചെന്നു പറഞ്ഞിട്ടുണ്ട് 100% ഇവൻ രക്ഷിക്കപ്പെട്ടതല്ല, ഇവൻ വേറെ ജാതിപ്പെട്ടവനാണ്. കാര്യം രക്ഷിക്കപ്പെട്ടവനെ കൊണ്ട് ഉപയോഗിക്കാൻ ഒക്കാത്ത ഭാഷാശൈലി പുറത്തു വരും. ഞാനൊരു കൊച്ചു ഉദാഹരണം ഇങ്ങനെ വരാം. നിങ്ങളുടെ തലയ്ക്ക് രക്ഷയെന്ന ശിരസ്ത്രം ധരിക്കണം. ഒരു കൊച്ചു ഉദാഹരണം പറയാം. ഒരു 4 ഗ്ലാസ് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് 4 ഗ്ലാസ് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് 4-നകത്തും നിറച്ച് പാനീയങ്ങളുമായി വെച്ചെന്നിരിക്കട്ടെ. ഒന്നിനകത്ത് ഉപ്പ് കലക്കിയത്,
കണ്ടാൽ അറിയത്തില്ല ഉപ്പാണെന്ന്. വേറൊന്നിനകത്ത് പഞ്ചസാര കലയ്ക്കതാ, കണ്ടാൽ അറിയത്തില്ല പഞ്ചസാരയാണെന്ന്. മൂന്നാമതൊന്നിനകത്ത് നാരങ്ങാനീര് കലർത്തിയതാണ്, കണ്ടാൽ അറിയത്തില്ല നാരങ്ങാനീരാണെന്ന്. ഒരു 4 ഗ്ലാസ് നിരത്തി വെച്ച് 3 പറഞ്ഞുള്ളൂ, 1 പച്ചവെള്ളം വന്നിരുന്നോട്ടെ. എന്നിട്ട് ഈ 4 ഗ്ലാസ്സിലും ഓരോ ഞൊട്ടുക. ഒരു ഞൊട്ട് കൊള്ളാമെങ്കിൽ നിറഞ്ഞിരിക്കുന്ന ഗ്ലാസ്സിനകത്തുനിന്ന് തെറിക്കും, അകത്തെ പാനീയം തെറിക്കും. പക്ഷെ തെറിച്ചത് ഉപ്പുവെള്ളമാണെങ്കിൽ അറിഞ്ഞോണം അകത്തേത് ഉപ്പ. തെറിച്ചത് മധുരമുള്ളതാണെങ്കിൽ അറിഞ്ഞോണം പഞ്ചസാരയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ തട്ട് കിട്ടുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ ഇതിനകത്ത് എന്നാണ്. ആത്മയുദ്ധത്തിന് ഒരുങ്ങുന്ന ദൈവവൈതലേ, സദാസമയവും രക്ഷ എന്ന ശിരസ്ത്രം, ഒരു രക്ഷിക്കപ്പെട്ടവൻ്റെ ഇടപെടൽ, ഒരു രക്ഷിക്കപ്പെട്ടവൻ്റെ ചിന്താഗതി, ഒരു രക്ഷിക്കപ്പെട്ടവൻ്റെ ഇടപെടൽ, ഒരു രക്ഷിക്കപ്പെട്ടവൻ്റെ രീതി ഉള്ളവനെ ആത്മയുദ്ധത്തിന് പറ്റത്തുള്ളൂ. അതിന് കഴിയാത്ത ചിലതിനെ ഈ ദിവസങ്ങളിൽ സജ്ജമാക്കി എടുക്കുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. ഒന്ന്, നിങ്ങളുടെ തലയ്ക്ക് ഒരു ശിരസ്ത്രമുണ്ട്. ഏറ്റവും അവസാനമായി നിങ്ങളുടെ കാലിന് സുവിശേഷ ഘോഷണത്തിനായുള്ള ഒരുക്കം ഒരു ചെരിപ്പാണ്. ഞാൻ ഏത് ആത്മാവിനാൽ ഭരിക്കപ്പെടുന്നു, എന്ത് പറഞ്ഞു വന്നാലും പ്രസംഗിച്ചു വന്നാലും അറിഞ്ഞോ അറിയാതെയോ അതിലൊരു സത്യം, എൻ്റെ അകത്ത് നിറഞ്ഞിരിക്കുന്ന സത്യം പുറത്തു വരും. സുവിശേഷത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്ന ഒരുവൻ കല്യാണത്തിന് പ്രസംഗിച്ചാലും, ശവസംസ്കാരത്തിന് പ്രസംഗിച്ചാലും, ഭവനപ്രതിഷ്ഠയ്ക്ക് പ്രസംഗിച്ചാലും, സഭായോഗത്തിന് പ്രസംഗിച്ചാലും സുവിശേഷീകരണത്തിൻ്റെ ഛായകൾ, അതിൻ്റെ വിത്തുകൾ ഈ പ്രസംഗങ്ങൾക്കകത്ത് എല്ലാം ഉണ്ട്. ഞാൻ എവിടെ ചലിക്കുന്നു അവിടെ സുവിശേഷീകരണത്തിൻ്റെ വിത്ത് വീഴുവാൻ തക്കവണ്ണം സുവിശേഷ ഘോഷണത്തിനായുള്ള ഒരുക്കം എൻ്റെ കാലിന് ചെരുപ്പാക്കിയവർക്കായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിന് വിരോധമായി ഹൃദയത്തിനകത്ത് ആശയങ്ങൾ തിങ്ങി നിറഞ്ഞവരുണ്ട്. അവർ പെന്തക്കോസ്തുകാരൻ്റെ സഭായോഗത്തിന് പ്രസംഗിച്ചാലും പരിശുദ്ധാത്മാവിനെയും അഭിഷേകം പ്രാപിച്ചവനെയും കുത്തി ഒരു വാക്ക് അവൻ്റെ വായിൽ നിന്ന് വന്നിരിക്കും. കാര്യം അവൻ്റെ അകത്ത് നിറഞ്ഞിരിക്കുന്നത് ദുരാത്മാവാ. എന്നാൽ ദൈവാത്മാവിനാൽ നിറയപ്പെട്ട ഒരു ദൈവപൈതൽ ഏത് സംസാരത്തിലും സുവിശേഷ ഘോഷണത്തിനായുള്ള ചെരിപ്പെന്ന പദത്തിൽ നിന്ന് ഞാൻ പോകുന്നത് അതൊക്കെ ഉണ്ടായിരിക്കും. നടുക്കെട്ടായി സത്യത്തെ നീതിയെന്ന് അംഗീകരിച്ച് സത്യമെന്ന് അരക്കെട്ടിട്ട് സുവിശേഷ ഘോഷണത്തിനായുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കി തല മുതൽ പാദം വരെ ഒരു സജ്ജമായ വസ്ത്രം ധരിച്ച ഒരുവന് മാത്രമേ ആത്മയുദ്ധം ചെയ്യാനൊക്കത്തുള്ളൂ. മറക്കണ്ട, നിങ്ങൾ ആത്മയുദ്ധം ചെയ്യുമ്പോൾ നിങ്ങളെ ഉപദ്രവിക്കുവാൻ ശത്രു എഴുന്നേറ്റ് വരും. പേടിക്കണ്ട, മീഖായേൽ കാവലിനുണ്ട്. അതുകൊണ്ടാണ് സഭ ഒരുമിച്ച് ഇതുപോലുള്ള ട്രെയിനിങ്ങുകളിലേക്ക് ഇറങ്ങണം എന്ന് ആവശ്യപ്പെടുന്നത്. ദാനിയേലെ അങ്ങ് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ പ്രാർത്ഥന കൊണ്ടുവരുന്ന ഹെബ്രിയേലിനെ തടയുവാൻ ഒരു ശക്തി വന്നെന്ന് കണ്ട് പേടിക്കണ്ട. പാഴ്സി പ്രഭുവിനെ വെട്ടുവാൻ കയ്യിൽ വാളുള്ള മീഖായേൽ പുറകെ എത്തും, മറക്കരുത്. അങ്ങനെ സജ്ജമാകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. ഇന്ന് ഞാൻ ഇവിടം കൊണ്ട് നിർത്തുകയാണ്. ആത്മയുദ്ധത്തിനായിരിക്കും വരുന്നയാഴ്ച തുടങ്ങുന്നത്. ഇവിടം മുതൽ ഒത്തിരിയും കൂടെ സീരിയസാണ് ആത്മയുദ്ധം. വാർഫെയർ പ്രയർ, ദെൻ കംസ് അടുത്ത ലെവൽ, പ്രോഫറ്റിക്കൽ ലെവൽ. നാളെയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പ്രവചിച്ചിടുവാൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രവാചകന്മാർ പ്രവചിച്ചിട്ടതിനെ നടത്തിയെടുക്കുവാൻ. യെരമ്യ പ്രവാചകൻ ഒരു പ്രവചനം എഴുതിയിട്ടു. 70 ആണ്ട് കഴിയുമ്പോൾ ഇസ്രായേലിൽ ഉദ്ധാരണമുണ്ട്. അത് നടത്തിയെടുക്കാൻ ഒരു ദാനിയേൽ സമയത്ത് എഴുന്നേറ്റേ മതിയാകെയുള്ളൂ. ഇതുപോലെ ചിലതിനെ കർത്താവ് ഒരുക്കിയെടുക്കുവാൻ ഏറ്റവും ഒടുവിൽ സാന്നിധ്യത്തിൻ്റെ മറവിലിരിക്കുന്ന വലിയ ലെവൽ ഈ 2 എണ്ണം നാളെ വരുന്ന ആഴ്ചയിൽ എടുത്തു പോകുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ജനത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചാൽ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തൃക്കരം ചലിക്കുവാൻ കർത്താവ് ഇടയാക്കണേ. മഹത്വാനായ ദൈവത്തിൻ്റെ തേജസ്സുള്ള കരം ഈ ജനത്തോടുകൂടി ഇരിക്കണം, അടിയങ്ങളോടുകൂടി ഇരിക്കണമേ. ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു, ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കേൾവിക്കാരെ മുഴുവൻ അനുഗ്രഹിക്കുന്നു. ഹാർവസ്റ്റ് ടെലിവിഷനിൽ കേൾക്കുന്നവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. വ്യത്യസ്ത മീഡിയകളിൽ ശ്രദ്ധിക്കുന്നവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കൃപ അവരുടെ മേലിരിക്കട്ടെ. മഹത്വം കർത്താവിന്. അത് യേശുവിൻ നാമത്തിൽ തന്നെ.